ഹലോ ഗൈസ്, രഞ്ജിപ്പനസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് റെസിപ്പി വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ റെസിപ്പി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉണക്കമീൻ വറവ്. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ കാസർഗോഡ് ഉണക്കമീൻ വറവൊന്നും ഒരിക്കലെന്നൊക്കെയാണ് പറയാറ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലുള്ള ഡിഷ് ഉണ്ടാക്കാറുണ്ടോ? അതുപോലെ തന്നെ അതിന് എന്താണ് പറയുന്നതെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് തക്കാളി, ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ രണ്ട് ആണ് എടുത്തിട്ടുള്ളത്. ഉള്ളി 2, പച്ചമുളക് ഒരു 4 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ തക്കാളി 2 എന്നാണ് എടുത്തത്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഫിഷ് മസാല, ഉപ്പ്, വെളിച്ചെണ്ണ, പിന്നെ കുറച്ച് തേങ്ങ ചിരവിയത്, പിന്നെ കുറച്ച് പുളി എന്നിവയാണ് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായ സാധനങ്ങൾ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ നന്നായി അത് വരണ്ടതിന് ശേഷം, ഉള്ളിയൊക്കെ വരണ്ടതിന് ശേഷം നമുക്കതിൽ തക്കാളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെങ്കിൽ ഇതിന് ശരിക്കും ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം മഞ്ഞൾപ്പൊടിയാണ് ചേർത്തെടുക്കുന്നത്. പിന്നീട് മുളക് പൊടിയല്ല കേട്ടോ, ഫിഷ് മസാല കേട്ടോ ചേർത്തെടുക്കുന്നത്. അങ്ങനെ 2 സ്പൂണ് ഫിഷ് മസാല ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഇത് നല്ല എരിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ 1 സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അങ്ങനെ ഇതൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഉപ്പ് ആദ്യം തന്നെ കുറച്ച് ഇട്ടിരുന്നു. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയാണ്. അപ്പോൾ 1 മുറി തേങ്ങയാണ് കേട്ടോ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് എരിവും പുളിയും പിന്നെ കുറച്ച് തേങ്ങയുടെ കുറച്ച് മധുരമൊക്കെ ഈ കറിക്ക് ഉണ്ടാവും. പിന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നല്ലോണം വെള്ളം ചേർക്കുന്നില്ല, കാരണം വെച്ചാൽ നമ്മൾ വറ്റിച്ചിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ നല്ലോണം വെള്ളത്തിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് ഇതിൽ മീനിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുള്ളൻ എന്നൊരു മീനാണ് ഇതിന് കറിക്കായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ മീനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മീനൊക്കെ ഇട്ടതിന് ശേഷം അതിലുണ്ടായ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ കുറച്ച് സമയം നമുക്ക് വറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളും ഇത് ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് പറയണം.